കണ്ടാണശ്ശേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റായി MP സജീബ്, വൈസ് പ്രസിഡന്റായി CK സുദീപ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ശനിയാഴ്ച നടന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലാണ് ഇടതുപക്ഷാംഗങ്ങളായ ഇരുവരും തെരഞ്ഞെടുക്കപ്പെട്ടത്. രാവിലെ 11-ന് നടന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം ജോൺ കാക്കശ്ശേരിയെ 4-നെതിരെ 13 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സജീബ് വിജയിച്ചത്. ഉച്ചയ്ക്ക് 2:30-ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CK സുദീപ കോൺഗ്രസിലെ ലിയ ജോജോയെയാണ് പരാജയപ്പെടുത്തിയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് MP സജീബിന്റെ പേര് VV തിലകൻ നിർദ്ദേശിക്കുകയും ഗംഗാധരൻ മാസ്റ്റർ പിന്താങ്ങുകയും ചെയ്തു. ജോൺ കാക്കശ്ശേരിയുടെ പേര് ആൻലി ജിബി നിർദ്ദേശിച്ചു. സിമി സ്റ്റെൽസൺ പിന്താങ്ങി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുദീപയുടെ പേര് നിവ്യ റിനീഷ് നിർദ്ദേശിച്ചു. സൗമ്യധനൻ പിന്താങ്ങി. ലിയോ ജോജോയുടെ പേര് നിർദ്ദേശിച്ചത് ജോൺ കാക്കശ്ശേരിയും പിന്താങ്ങിയത് സിമി സ്റ്റെൽസണുമായിരുന്നു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A മൊയ്തീൻ വരണാധികാരിയായി. വിജയത്തെ തുടർന്ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അനുമോദന യോഗം ചേർന്നു. വരണാധികാരി A മൊയ്തീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇരുവരെയും ഹാരാർപ്പണം നടത്തി. മധുരം പങ്കുവച്ചും പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി KU സരിതയെയും വൈസ് പ്രസിഡന്റായി അശോകൻ മൂക്കോലയെയും തെരഞ്ഞെടുത്തു. ശനിയാഴ്ച രാവിലെ 11-നും ഉച്ചയ്ക്ക് 2:30-ക്കുമായി നടന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് സരിതയെയും അശോകനെയും തെരഞ്ഞെടുത്തത്.